ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ്. കണവ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. വൈകുന്നേരത്ത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കണവ ഫ്രൈ. നന്നായിട്ടുള്ള ഫ്രൈ അല്ല, എന്നാലും ഒരു മസാല രൂപത്തിലുള്ളതാണ് ഉണ്ടാക്കുന്നത്, കണവ മസാല. അതിന് ഞാൻ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ചു, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. എന്നിട്ട് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് തട്ടിയിട്ട് അതിനകത്ത് വേവിക്കാനിട്ടു. ഞാനിവിടെ കണവ 2 എടുത്തിട്ടുണ്ടായിരുന്നു. കണവ 2 ഞാനും മോളും മാത്രമേ ഉള്ളൂ, 2 മതിയായിരുന്നു. അതുകൊണ്ട് കണവ എടുത്ത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വെച്ച് വേവിച്ചു. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതാണ് അതിനകത്തോട്ട് എടുത്ത് തട്ടുന്നത്. ആദ്യം അതിനകത്ത് അതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വേകണം. നന്നായിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിയൊക്കെ എടുത്തിടാൻ. 1-2 പ്രാവശ്യം അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിന് ശേഷം അതും ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഉള്ളി പച്ചമുളകും കൂടെ ചേർത്ത് ഇട്ടാലും കുഴപ്പമില്ല. അടച്ച് വെച്ച് വേവിക്കുക. ഈ അടച്ച് വെച്ച് വേവിക്കുക 2-3 പ്രാവശ്യം ഒരു വേവാവുന്ന രീതിയിൽ തുറന്ന് ഇളക്കി കൊടുക്കണം. 1-2 പ്രാവശ്യം ഇളക്കി പിന്നെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് വേവിച്ച് പിന്നെ തക്കാളിപ്പഴം ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വീണ്ടും അടച്ച് വയ്ക്കുക. നന്നായിട്ട് ഇളക്കി അത് വെന്തൂന്ന് കാണുമ്പോൾ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് തക്കാളിപ്പഴവും ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. തക്കാളിപ്പഴം വേകുന്നത് വരെ തുറന്നും എടുത്തും തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്ത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്തോട്ട് ഇതിടണം, മല്ലിയില ഇടണം. മല്ലിയില ഇട്ടിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുക. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വെച്ചപ്പം. പിന്നെ ഞാൻ ഇതിനകത്ത് ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഉള്ള ഒരു സംഭവത്തിൻ്റെ കൂടെ ഞാൻ ലേശം തൈരും കൂടെ ആഡ് ചെയ്യും. കാരണം നല്ല ഫ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഗ്രേവി രൂപത്തിൽ കൂടെ വേണമെന്ന് ചൊല്ലിയാണ് ഞാൻ തൈര് ചേർത്ത് നന്നായിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്യും. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെയും ഒന്ന് തീയൊക്കെ കുറച്ചൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം, സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം.